നമസ്കാരം. ആദ്യമായി വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ 2-3 ദിവസമായിട്ട് സെൽഫ് ലവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മളെ സ്നേഹിക്കാത്തതാണ്. നമ്മുടെ സെൽഫ് ലവ് ഇല്ലായ്മയാണ്. എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ചോദ്യത്തിലും അതിനപ്പുറത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത് നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നല്ലേ. അപ്പം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ആക്ച്വലി? അപ്പോൾ അതും നമ്മളൊന്ന് വിശകലനം ചെയ്യുക. നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ സെൽഫ് ലവ് ഇല്ലായ്മയാണ്. ഓക്കെ. രണ്ടാമത് നമ്മൾ എപ്പോഴും നമ്മുടെ കുറവുകളെ കുറിച്ച് എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് ജോലിയില്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് എന്താ പറയുന്നത്, ജോലിക്കൊന്നും ഒരു സ്പീഡില്ല, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളൊരു മനോഭാവം നമ്മളിൽ ഒരു 90% ആളുകൾക്ക് ഉള്ളത് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കായിരിക്കും. നമ്മൾക്ക് 90% കുറവുകളാണെങ്കിലും 10% കഴിവുകളുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നമുക്കുണ്ടല്ലോ. ദൈവം നമ്മളെ എല്ലാ കഴിവുകളും തന്ന് വളർത്തിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നമുക്ക് ദൈവം തരും. അപ്പം ആ ഉള്ള കഴിവിനെ നമ്മൾ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വലുതാക്കി കാണിക്കുക. നമ്മൾ സ്വയം വലുതാക്കി കാണിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് അതിന് കഴിയുന്നുണ്ട്. അവർക്ക് വേറെ അവർക്കുള്ളതിനേക്കാൾ നമുക്ക് അതിന് കഴിയുന്നുണ്ടല്ലോ. നമ്മൾ കമ്പയർ ചെയ്ത ഒരാളുമായിട്ട് നമുക്ക് ജീവിക്കാൻ പ്രയാസം. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആരാണോ നമ്മളതാണ്. വേറൊരാളെ നോക്കിയിട്ട് എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, അതൊരു വൃത്തികെട്ട സ്വഭാവം തന്നെയാണ്. എനിക്കത് ഇഷ്ടമല്ല, ഞാനത് ചെയ്യാറുമില്ല. എനിക്കെന്ത് തോന്നുന്നോ, എനിക്ക് എന്താണ് ഇഷ്ടം, അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം നമ്മുടെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച്, അല്ലെങ്കിൽ സ്വയം പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് മോഡിഫൈ ചെയ്ത് അത് ആക്കിയെടുക്കാം. അത് നമുക്ക് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. അപ്പോൾ അടുത്തത്, നമ്മുടെ മനസ്സിനെ അതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് നമ്മൾ മനസ്സിനെ സ്ട്രോങ് ആക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. നമുക്കൊരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കണ്ണാടി നോക്കാൻ ഭയങ്കര മടിയല്ലേ. നമ്മൾ കണ്ണാടി നോക്കുമ്പം ആദ്യം കാണുന്നത് നമ്മുടെ മുഖത്തെ ചെറിയ കറുപ്പ്. അതിങ്ങോട്ട് കഴിയുമ്പോൾ കണ്ണടിയിൽ എന്തെങ്കിലും പാടുകളുണ്ടോ, പിന്നെ കണ്ണാടി വെച്ചതിൻ്റെ 2 പാടുകൾ കാണും അവിടെ. പിന്നെ നെറ്റിക്ക് ഒരു ഇച്ചിരി ചുളിവ്. നമ്മൾ ആങ്ഷ്യസ് ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ നെറ്റി ഭാഗത്ത് ഇങ്ങനെ ചുളുക്കങ്ങൾ വീഴും. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിൽ ആദ്യം പെടുന്നത്, ശരിയല്ലേ? പക്ഷേ നമ്മുടെ കണ്ണ് എത്ര വിടർന്നതാണ്. നമ്മുടെ പിരിയങ്ങൾ, ചിലവരുടെ പിരിയങ്ങൾ കണ്ടിട്ടില്ല, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എത്ര നല്ലതായിരിക്കും നമ്മുടെ പിരിയങ്ങൾ. നമ്മുടെ നിരയത്തെ പല്ലുകളായിരിക്കും അടുത്തത്. ഇപ്പം നമ്മളെ പ്രായമുള്ള ചില മനുഷ്യരെ അപേക്ഷിച്ച് നമ്മുടെ പല്ലുകൾ വളരെ നല്ല പല്ലുകളായിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കുക, എൻ്റെ പല്ല് നല്ലതാണല്ലോ, എൻ്റെ കണ്ണ് കൊള്ളാലോ, എൻ്റെ പിരിയം കൊള്ളാലോ, എനിക്ക് ഇത്രയൊക്കെ ഭംഗി ദൈവം തന്നിട്ടുണ്ടല്ലേ, ഈ പ്രായത്തിൽ ഞാൻ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഇരിക്കുന്നില്ല. അങ്ങനെ നമ്മൾ കണ്ണാടി നോക്കിയിട്ട് സ്വയം പറയണം, എന്നെ കൊള്ളാം, കാണാൻ കൊള്ളാം, ഇപ്പോഴും ഈ പ്രായത്തിലും കൊള്ളാം എന്ന് നമ്മൾ സ്വയം പറയണം. അതൊരു ടിപ്പാണ്. മനസ്സിലായോ? നമ്മൾ സെൽഫ് ലവ് കൂടാനുള്ള ഒരു ടിപ്പാണത്. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്. ഓക്കെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത്, അതായത് എനിക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും ഇപ്പം എന്നെ ഹേർട്ട് ചെയ്തെങ്കിൽ ഞാൻ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ഓർക്കും. ജോലി ചെയ്യുന്ന സമയത്തൊഴികെ, ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്ന സമയം ഒഴികെ ബാക്കിയുള്ള സമയത്തെല്ലാം ഞാൻ ചെടിക്കകത്തിലാണെങ്കിലും അടുക്കളയിൽ ജോലി ചെയ്യുവാണെങ്കിലും എല്ലാ സമയത്തും എൻ്റെ ചിന്തകൾ, അവരെന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ പറയാമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം, മുഖത്ത് നോക്കി തന്നെ പറയണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അതിനെ ഓർത്ത് ഞാൻ വിഷമിക്കുന്ന ഒരു കൂട്ടത്തില്ല. ആരോടെങ്കിലും നമ്മൾ അത് പറഞ്ഞു കഴിയുന്ന കുറച്ച് വിഷമങ്ങൾ നമ്മുടെ മാറും. പക്ഷെ നമ്മൾ പറയുന്ന
രീതിയിലായിരിക്കത്തില്ല മറ്റുള്ളവരത് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനും ബുദ്ധിമുട്ടാണ്. അപ്പം പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ അതൊരു തെറ്റാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. പുള്ളി അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലേ, അവരത് അങ്ങനെ പറഞ്ഞത് ഇന്ന കാരണം കൊണ്ടായിരിക്കും, അതാണ് അതിൻ്റെ ശരി. പക്ഷെ നമ്മൾ അങ്ങ് ഒഴിഞ്ഞേക്കാം, നമ്മൾക്കല്ലെങ്കിൽ അത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ പോസിറ്റിവിറ്റി കൂടുകയും നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സെൽഫ് ലവിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ നമ്മുടെ മക്കളല്ലേ, അനുസരണയുള്ള, ബുദ്ധിമോശം ഇല്ലാത്ത, അതായത് എത്രയോ കുഞ്ഞുങ്ങൾ ബുദ്ധിയില്ലായ്മ കൊണ്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ്, ദൈവം തന്ന ഏറ്റവും വലിയ കഴിവാണ് നമുക്ക് അംഗവൈകല്യ ബുദ്ധിമാന്ദ്യം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവം തന്നെ. അവരെത്ര പഠിച്ചോട്ടെ അല്ലെ പഠിക്കാത്തവരായിക്കോട്ടെ, പക്ഷെ നമ്മുടെ ഒരു അനുഗ്രഹം ദൈവം തന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർ പഠിക്കുകയും നല്ല ജോലിയൊക്കെ കിട്ടുകയും ചെയ്താൽ അത് ഒരുപാട് ബ്ലെസ്സിങ്സ്. എങ്കിൽ പോലും അംഗവൈകല്യവും ബുദ്ധിമാന്ദ്യവും ഇല്ലാത്ത 2 കുഞ്ഞുങ്ങളെ, അല്ല 2 അല്ല 3 അല്ല, എത്ര നമുക്ക് കുഞ്ഞുങ്ങളുണ്ടോ, ആ കുഞ്ഞുങ്ങളെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഒരുപാട് ബ്ലെസ്സിങ്സ് ഇല്ലേ, ജോലി കിട്ടിയവർക്ക്, മറ്റൊരുപാട് പേർക്ക് കിട്ടാത്ത ജോലി എനിക്ക് കിട്ടി, ഈ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ല മുടിയുണ്ട്, എനിക്ക് ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്, എനിക്ക് എൻ്റെ കൈക്കോ കാലിനോ ഒന്നും അംഗവൈകല്യം ഇല്ല, എനിക്ക് ജോലി ചെയ്യാനുള്ള ആർജവമുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം വേറെ ആളിനേക്കാളും ചിലപ്പോൾ നമുക്ക് ആ കാര്യത്തിലൊക്കെ ബുദ്ധി കാണുമായിരിക്കും. അപ്പം ആ ബ്ലെസ്സിങ്സിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയാം. എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഓരോരുത്തർക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ മാതാപിതാക്കളോട്, നമുക്ക് ഈ ജന്മം തന്ന മാതാപിതാക്കളോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ നമുക്ക് വിദ്യാഭ്യാസവും തന്ന്, നമുക്ക് നല്ല ആഹാരവും തന്ന്, നമ്മളെ വളർത്തി, അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും തന്ന് നമ്മുടെ വേറൊരു ജീവിതത്തിലേക്ക് അയച്ച ആ മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവരാണ് നമ്മുടെ എല്ലാം. നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ജന്മം തന്ന് നമ്മളെ വളർത്തി നമ്മളാക്കി തീർത്ത ആ മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവരോട് നമ്മൾ നന്ദിയുള്ളവരാകുക. നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ നന്ദിയുള്ളവരാകുക. നമ്മുടെ അയൽക്കാരോട് നമ്മൾ നന്ദിയുള്ളവരെ. ഒരു പക്ഷേ അവർ ചിലപ്പോൾ നമ്മളെ നെഗറ്റീവൊക്കെ പറഞ്ഞായിരിക്കും നമ്മളെ ഈ തരത്തിൽ മോൾഡ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമുക്ക് അവരോട് നന്ദിയുള്ളവരാകാം, അല്ലേ? പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് ഏറ്റവും നല്ല ഒരു എനിക്കൊരു ചെറിയ കോൾഡുണ്ട്. ഏറ്റവും നല്ല നമ്മളെ ചിലപ്പം നല്ലത് പറഞ്ഞു തരാമായിരിക്കും, പക്ഷെ ചിലപ്പം നമ്മുടെ പോരായ്മകളും പറഞ്ഞു തരുമായിരിക്കും. അങ്ങനെ നമ്മുടെ നന്മയും പോരായ്മയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ നമ്മളെ ഈ അനുഗ്രഹിക്കുന്ന ഈ പ്രകൃതിയോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പം നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കുക, അതാണ് ഒരു പ്രധാന കാര്യം. അങ്ങനെ നമ്മൾ നന്ദിയുള്ളവരാകുമ്പം നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആവും. ആ പോസിറ്റിവിറ്റിയിൽ നിന്ന് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കും, സെൽഫ് ലവ് ഉണ്ടാകും. ഓക്കെ. പിന്നെ നമ്മളെ ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്കത് തോന്നി നല്ലതാ, ഞാൻ ചെയ്യുന്ന കാര്യം നല്ലതാ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവുകയാണെങ്കിൽ നമ്മൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യണം. എനിക്കതിന് പറ്റില്ലോ, മറ്റുള്ളവർക്ക് കഴിയാത്ത ഒരു കാര്യം എനിക്കത് പറ്റി, അത് കൊള്ളാം എന്ന് നമ്മളോട് തന്നെ വെൽഡൻ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതൊരു വലിയ പോസിറ്റിവിറ്റിയാണ്. നമ്മളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡും കാണിക്കണം, അതേപോലെ തന്നെ നമ്മളോട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതൊരു വലിയ കാര്യമാണ്, നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ കാര്യമാണ് കേട്ടോ. നമ്മളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി ഇരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പം നമുക്കിനി എത്ര ഇഷ്ടപ്പെട്ട കാര്യമാണെന്നാലും നമ്മളിപ്പം ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടം. ഈ പകലങ്ങ് ഗാർഡനിങ് ചെയ്യരുത്. നമ്മളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് ഒരു ബ്രേക്ക്, ജസ്റ്റ് നമ്മളൊരു ബ്രേക്ക് എടുക്കുക. അതുപോലെ തന്നെ അടുക്കള ജോലി ചെയ്ത് അതും കൂടെ തീർത്തിട്ടേ ഉള്ളൂ, ഇതും കൂടെ തീർത്തിട്ടുള്ളൂ, അത് ചെയ്തിട്ടേ ഉള്ളൂ, ഇത്
അങ്ങനെയല്ല. നമ്മൾ കുറച്ച് സമയം ജോലി ചെയ്യുക, എന്നിട്ട് ഒരു ബ്രേക്ക് എടുക്കുക. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സമനില വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്ത് നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും, ഇതെന്താ ഇത് എന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ. അപ്പം നമ്മൾ ആ ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ ഏത് ജോലിയും, അടുക്കള ജോലി ആകട്ടെ, ഗാർഡനിങ് ആകട്ടെ, അല്ല നമുക്ക് എന്തെങ്കിലും കലാവാസനകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, എല്ലാത്തിൽ നിന്നും നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നതാകട്ടെ, സ്കൂളിൽ പോയി ജോലി ചെയ്യുന്നതാകട്ടെ, കുഞ്ഞുങ്ങളെ പഠിക്കുന്ന, ട്യൂഷൻ എടുക്കുന്നതാകട്ടെ, ഏതൊരു വിഷയമായാലും നമ്മൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത് നമ്മുടെ പോസിറ്റിവിറ്റി വർദ്ധിക്കാനും അതുമൂലം നമ്മുടെ സെൽഫ് ലവ് കൂട്ടാനും വളരെ സഹായിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നിമിഷത്തിൽ ജീവിക്കുക. കഴിഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഒരുപാട് മോശമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് ചിന്തിക്കുക. വരാതിരിക്കുന്നതിനെ കുറിച്ചും കൂടുതൽ ഒന്നും നമ്മൾ ബേജാറാവാതിരിക്കും. അത് അതിൻ്റെ സമയത്തിന് വരും, അതിൻ്റെ സമയത്തിന് അങ്ങ് പോകും. അത് നടക്കും, എന്ത് കാര്യവും നടക്കും. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ജോലിയൊന്നും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജോലിയൊന്നും നഷ്ടപ്പെട്ടു, അല്ലെ അവരൊരു വിഷയത്തിനൊന്ന് തോറ്റുപോയി, അവർക്കൊരു സപ്ലി അടിച്ചു, കഴിഞ്ഞു, ഇത് ജീവിതത്തിൻ്റെ അവസാനം. അങ്ങനെ ചിന്തിക്കരുത്. ഈ ജയവും തോൽവിയും വരുന്നതും പോകുന്നതും എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് കുറേ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ചിന്തിച്ചു. കുറേ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതിന് അത് ഉണ്ടാവാതിരുന്നായിരുന്നേനെ ഇപ്പം എന്ത് കാശുണ്ടായിരുന്നേനെ, ഞാൻ ഇക്കണോമിക്കലി വളരെ സൗണ്ടായിട്ടിരുന്നേനെ അല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം കഴിഞ്ഞു, അത് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലൊരു സംഭവമായപ്പോൾ നമുക്ക് തിക്തമായ അനുഭവങ്ങൾ ഒരുപാടുണ്ടായി. എൻ്റെയൊക്കെ ജീവിതത്തിൽ എനിക്ക് തിക്തമായ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത് അതിൽ നിന്നൊക്കെയാണ് ഞാൻ ഇത്രയും പഠിച്ചത്, ഇത്രയൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പഠിച്ചത് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിനെക്കുറിച്ച് ഓർക്കാതെ, അല്ലെ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് കരുതി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നാളെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠയുള്ളവരാവായിരിക്കും. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? അല്ലേ, നമുക്കറിയത്തില്ല നമ്മൾ നാളെ ഉണ്ടോയെന്ന്. അപ്പം നാളെക്കുറിച്ച് നമ്മൾ എന്തിനാ ഇത്രമാത്രം അങ്ങ് ചിന്തിക്കുന്നത്? ഒരു പക്ഷേ നമുക്ക് കുറച്ച് കടവോ കാര്യങ്ങളോ ഒക്കെ കാണും, അത് നമ്മുടെ മക്കളൊന്നും അല്ലെ ഹസ്ബൻഡ് എന്ന് ചിന്തിക്കുക. ഇന്നിൽ ജീവിക്കുക. ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇന്നൊരു ദിവസം അത് കഴിയുന്നതിന് മുന്നേ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നാളെ നമ്മൾ എഴുന്നേൽക്കുമെന്ന് പോലും നമുക്കറിയത്തില്ല, നമുക്ക് നാളെ ജീവൻ കാണുമെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ അതിൽ വിശ്വസിക്കാതെ ഇന്നിൽ വിശ്വസിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 5-10 പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് മറന്നു പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ 1-2 പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കിയിട്ടേ ജീവിതത്തിലൊന്ന് പ്രായോഗികമാക്കാൻ പറ്റുമെങ്കിൽ 1 മാസം ഈ കാര്യങ്ങൾ നിങ്ങൾ തുടർന്നൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ 1 മാസമൊക്കെ നമ്മൾ 1-2 ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലത് വരും, ആ കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ട്, അല്ലെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുമോ? ഒരു കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. നമ്മൾ പരസ്പരം അറിയാത്ത ഒരുപാട് മനുഷ്യരായിരിക്കും ചിലപ്പോൾ ഇത് കാണുന്നത്. ഒരു പക്ഷേ ആരും കാണാതെ ഇരിക്കാൻ അറിയത്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്നൊരു ഗുണം ഉണ്ടായി എന്ന് വരികിൽ, എനിക്ക് ഒരുപാട് അറിവുള്ള ആളൊന്നുമല്ല, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ ജീവിത പാഠങ്ങളിൽ നിന്ന് പഠിച്ചതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. എനിക്കിപ്പം വന്നു കഴിഞ്ഞ 10-22 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് കുറച്ച് പാഠങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുമല്ലോ, അതുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് കുറച്ച് നാൾ നമ്മൾ അതിലൊക്കെ ഉൾക്കൊള്ളും. അതിൽ നിന്നൊക്കെ പഠിച്ച പാഠങ്ങൾ മാത്രമേ എനിക്ക് ഇതിനകത്തിലൊന്നും ഡോക്ടറേറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ കഴിവുകളോ ഒന്നും എനിക്കില്ല. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് തെറ്റ് കാണും, തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് ഇത് സ്വീകരിക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും നന്ദി ഇത് വാച്ച് ചെയ്തതിന്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്, 115 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. അപ്പം ഞാനത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇത് ഉപകാരപ്പെടുമെങ്കിൽ ജീവിതത്തിലൊന്ന് പ്രായോഗികമാക്കി നോക്കിയാൽ എനിക്കിത് ഉപകാരപ്പെടും എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് തരിക. ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.